ഗൈസ്, ഇറ്റ്സ് മീ വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പൊ നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, കുറേ നാളല്ല, ലൈക്ക് ഒരു മന്ത് എടുക്കുന്നു ഇപ്പം ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ ലോങ് വീഡിയോ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നു ചെയ്യാൻ. കാര്യം സ്റ്റാർട്ടപ്പ് എല്ലാവർക്കും അറിയാം, എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് ട്രിവാൻഡ്രത്ത്. അപ്പം അതിൻ്റെ പുറകെ ഓട്ടമാണ് രാവിലെ മുതൽ. അപ്പം അതിന് നമുക്ക് കിട്ടുന്നില്ല സമയം. പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു ഫിറ്റ്നസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 69 ഡേയ്സിൻ്റെ. അപ്പോൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫോട്ടോഷൂട്ടിന് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പം ഓബിയസ്ലി നമ്മൾ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് മൈ ഫോട്ടോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി എനിക്ക് ലൈക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഐ എം വെരി ഹാപ്പി ടു ടോക്ക് അബൌട്ട് ദാറ്റ് ടോപ്പിക്, വിച്ച് ഇസ് ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്കറിയാം. ലൈക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് പറയും ആ ഷോ ഭയങ്കര ടോക്സിക് ആണ്. ലൈക്ക് എന്താണ് ആ ഷോ, ചുമ്മാ അടിയും വഴക്കും സംഭവങ്ങളും, ഐ ഡോണ്ട് വോണ്ട് ടു വാച്ച്, അല്ലെങ്കിൽ ഞാൻ കാണാറില്ല എന്നുള്ളൊരു സംഭവം നിങ്ങൾ പറയുമായിരിക്കും. എനിക്ക് സെയിം ഒരു സംഭവമായിരുന്നു കേട്ടോ. ലൈക്ക് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 മുന്നേ വരെയുള്ള സീസൺസ് എനിക്ക് അറിയാത്തതോ പോലും ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ്, വിന്നേഴ്സ്, സംഭവങ്ങളൊന്നും എനിക്ക് അറിയാത്തതോ എനിക്ക് വലിയ ഇതില്ല. ബിക്കോസ് ആ ഒരു ഷോ നിങ്ങളുടെ ഈ സെയിം അഭിപ്രായം തന്നെയായിരുന്നു എനിക്കും. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു വാച്ച് ദാറ്റ് ഷോ. പക്ഷേ ഈ ഒരു വർഷം ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ടാഗ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ലൈക്ക് ഐ എം ഡൂയിങ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു സീസണിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തെന്ന് മനസ്സിലായി. ലൈക്ക് ഈ ഒരു സീസണിൽ, എനിക്ക് മുന്നത്തെ സീസണിൻ്റെ കാര്യം അറിയത്തില്ല, ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. വിച്ച് ഇസ് ലൈക്ക് നമുക്ക് സൊസൈറ്റി, ഞാൻ പൊതുവേ ചിന്തിച്ചിരുന്നത് സൊസൈറ്റിക്ക് ഒരു വാല്യൂ കൊടുക്കാത്ത, അല്ലെങ്കിൽ ചുമ്മാ അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രം കാണിക്കുന്ന ഒരു ഷോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുണമില്ലാത്ത, നാട്ടുകാർക്ക് ഒരു തരത്തിലും ഒരു മോറൽ വാല്യൂസ് തരാത്തൊരു ഷോ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അതിന് സ്ലൈറ്റായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിന് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഭയങ്കര പോപ്പുലർ ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര കോൺട്രവേഴ്ഷ്യലും ആയിരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, മിസ്റ്റർ അഖിൽമാരാർ, മിസ്റ്റർ സിബിൻ എന്നൊക്കെ പറയുന്ന ഇതിൽ കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നവർ പുറത്തുനിന്ന് ഈ ഷോ ആളുകളെ കൊല്ലുന്ന ഷോയാണ്, ഇത് എന്താ ഭയങ്കര മോശമായിട്ടുള്ള ഷോ ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടും ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എൻ്റെ നല്ലൊരു സമയം ഞാൻ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 കാണാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഷോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയത്തില്ല, ബിക്കോസ് ഐ എം നോട്ട് ഷുവർ. അപ്പോൾ അതിനെക്കുറിച്ച്, അപ്പോൾ അതുകൊണ്ട് ഈ ഷോയെക്കുറിച്ച് നല്ലതാണോ ചീത്തയാണെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ സീസൺ 6 കാണാൻ ഞാൻ എടുത്ത സമയം, അതിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് സംഭവങ്ങൾ, വിച്ച് ഐ ക്യാൻ ടെൽ യു 2 lessons, 2 വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഞാൻ ഈ സീസൺ 6 മനസ്സിലാക്കിയത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പം എന്നെ കാണുന്നവരോട് എനിക്ക് പറയാൻ പറ്റും, ലെസൺ 1 ഇസ് മിസ്റ്റർ ജിൻഡോ, ലെസൺ 2 ഇസ് മിസ് ജാസ്മിൻ. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ലെസൺ നമ്പർ 2, മിസ് ജാസ്മിൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടവർക്കറിയാം ഹൗ ബാഡ്ലി ഷീ ഡാമേജ് ഹർ ഇമേജ്. പുള്ളിക്കാരുടെ ബാഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, സംസാരം, ഭയങ്കര ബാഡ് ആയിട്ടുള്ള സ്ലാങ്സ്, ഈവൻ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ലൈക്ക് ബോഡി ലാംഗ്വേജ്, എവറിത്തിങ്. ആക്ച്വലി കംപ്ലീറ്റ്ലി ഷീ ലോസ്റ്റ് എ ക്യാരക്ടർ ഇൻ ദാറ്റ് ഷോ. അപ്പം അത് കാരണം ഇതിൻ്റെ ഒരു റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനൽസ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഫൈനൽ ടൈറ്റിൽ വിന്നർ ആവേണ്ടിയിരുന്നു. അത്രയും കാലിബറുള്ള ഒരു പെൺകുട്ടി 3ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് എന്താ പറയുന്ന ആ ഒരു നെഗറ്റീവ് പാർട്ട് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വൺസ് യു ആർ ഇൻ എ പബ്ലിക് പ്ലേസ്, ഡെഫിനറ്റ്ലി നമ്മുടെ ബിഹേവിയർ, നമുക്ക് നമ്മളെക്കുറിച്ച് ഭയങ്കര ബോധം ഉണ്ടായിരിക്കാം. ഫൈൻ, എന്നെക്കുറിച്ച് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ വെൻ യു ആർ ഇൻ എ പബ്ലിക് പ്ലേസ്, നമ്മുടെ ഈച്ച് ആൻഡ് എവറി ബിഹേവിയർ മാറ്റേഴ്സ്. നമ്മൾ എന്ത് തരം വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഡെഫിനറ്റ്ലി നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സംസാരം, നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മളെ ഷോക്കേസ് ചെയ്യുന്ന, നമ്മുടെ ക്യാരക്ടറിനെ ഷോക്കേസ് ചെയ്യുന്ന രീതി, ഇതൊക്കെ തന്നെ ആയിരിക്കും. സോ വൺസ് യുവർ ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. സോ ജാസ്മിനെ സംബന്ധിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് പല കണ്ടന്റ്സിന് വേണ്ടിയിട്ടും പുള്ളിക്കാർ പലതും ചെയ്തതായിരിക്കാം. പക്ഷേ വൺസ് എന്ത് തരം ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും, വൺസ് യുവർ ക്യാരക്ടർ ഇസ് ലോസ്റ്റ്, എവറിത്തിങ് ഇസ് ലോസ്റ്റ്. അത് ബിഗ് ബോസ് ഷോ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും എവിടെയാണെങ്കിലും. സോ നെവർ ലൂസ് യുവർ ക്യാരക്ടർ ഫോർ എനിത്തിങ്. ഇതാണ് ഞാൻ പഠിച്ച ഏറ്റവും നമ്പർ 1 ലെസൺ. അത് നമ്മുടെ ക്യാരക്ടർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് പെർമനൻറ്റ്. യെസ്. ലെസൺ നമ്പർ
നമ്പർ 1 വേറെ ആരുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ തന്നെയാണ് മിസ്റ്റർ ജിൻഡോ. പുള്ളിയെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു സിറ്റുവേഷൻ, ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത സിറ്റുവേഷൻ, പുള്ളിക്കാരന്റെ കോ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി മണ്ടൻ എന്ന് പറയുന്ന ഒരു ട്രോഫി പുള്ളിക്കാരന് കൊടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചിരിച്ചോണ്ട് പുള്ളി അതൊരു മേടിച്ച് ആ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. കാരണം ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. കാരണം എല്ലാവരും കുറെ എൻ്റെ കൂടെയുള്ള ആളുകൾ എല്ലാവരും കൂടി എനിക്ക് മണ്ടി എന്ന് പറയുന്ന ഒരു ട്രോഫി തരുവാണ്, എന്തായിരിക്കും എനിക്ക് ഫീലിംഗ്? എനിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ പുള്ളി ചിരിച്ചോണ്ട് അത് മേടിക്കുകയാണ്. അപ്പം അത് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് തോന്നി. പിന്നെ പുള്ളിയുടെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലെ ലൈഫ് സ്റ്റോറിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സ്ട്രഗ്ലിങ്ങിൽ കൂടെ കടന്നു വന്നുകൊണ്ട് നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പുള്ളിയുടെ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബാറിൽ ജോലിക്ക് നിൽക്കുന്നതും 100 രൂപ കിട്ടാൻ വേണ്ടി 10 പേര് ഛർദ്ദിക്കാൻ വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ലൈക്ക് നമ്മൾ ചുമ്മാ പറയുമ്പോഴും കേൾക്കുമ്പോഴും സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ആ ലെവലിൽ കൂടെ കടന്നു പോകാന്നൊക്കെ പറയുന്നത് ഭയങ്കര സീനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്രയും കടന്ന് ഇത്രയും ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം പുള്ളി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും തന്നെയാണ്. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഈ ഷോ കാണുമ്പോഴത്തേക്ക്, ഇത്രയും വലിയ ഓഡിയൻസ് ഉള്ള ഷോയിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അതൊക്കെ ഇൻസ്പയറിംഗ് ആണ്. അപ്പം പുള്ളിയുടെ ലൈഫ് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പയറിംഗ് ആണ്. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിയെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിയെ പുറത്താക്കി തിരിച്ച് പുള്ളിക്ക് വരണം. ലൈക്ക് മോഹൻലാലിന്റെ മിസ്റ്റർ മോഹൻലാൽ പുള്ളിയുടെ കാലുപിടിക്കുന്ന പോലെ പുള്ളി സംസാരിക്കുന്ന, ലാലായിട്ട് എനിക്കൊരു ചാൻസ് കൊടുക്കണം, ഞാനത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ ഒരു കൊച്ചുകുട്ടീനെ പോലെ പുള്ളി എന്താണ് പറയുന്നത്, കെഞ്ചുവാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീക്കായിട്ടുള്ള മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല ഇത്രയും വലിയ ഓഡിയൻസിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒരു മണ്ടനെ പോലെ ചെയ്യാന്നൊക്കെ പറയുന്നത്. ആൾക്ക് അത് മണ്ടത്തരായിട്ട് തോന്നും, പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു സ്ട്രെങ്ത്, ഒരു മെന്റൽ സ്ട്രെങ്ത്തിന്റെ സൈനാണ്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ത്രൂ ഔട്ട് ഓൾ ഹിസ് ജേർണി, വിന്നർ ആവുന്നത് വരെയുള്ള ജേർണിയിൽ എനിക്ക് മനസ്സിലായത് പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിയെ മണ്ടൻ എന്ന് വിളിക്കും. പുള്ളിക്ക് ഭയങ്കര തീ പാറുന്ന എന്താ സംസാരമോ ഫൈറ്റിങ്ങോ സ്മാർട്ട്നെസ്സോ ബ്യൂട്ടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല പുള്ളിക്ക്. പക്ഷെ എന്നാലും പുള്ളി വിന്നറായി. ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇതിൻ്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പലരും മണ്ടന്മാരും മണ്ടികളും, നമുക്കൊരു കഴിവില്ല, നമുക്ക് തന്നെ തോന്നും നമുക്ക് ചിലപ്പോൾ കഴിവൊന്നുമില്ല, ഒരു കഴിവും തരാതെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ആരും നമ്മളെ എഗ്രി ചെയ്യേണ്ട കാര്യമില്ല, നീ അതാണ് ഇതാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത്. ഇടയ്ക്കൊക്കെ മണ്ടൻ മണ്ടി എന്നൊക്കെ വിളി കേൾക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ ഒരു സിനിമയിൽ പറയല്ലോ, ഇൻസൾട്ടാണ് മുരളി എന്നൊക്കെ പറയത്തില്ലേ, സെയിം അതേ സംഭവം തന്നെ. ഇടയ്ക്ക് മണ്ടന്മാരും മണ്ടികളും എന്നൊക്കെ ആളുകൾ വിളിക്കുവാണെങ്കിൽ ഓക്കെ, അതൊക്കെ നമ്മുടെ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പം ഈ 2 സംഭവങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് ജാസ്മിൻ, സെക്കൻഡ് ജിൻഡോ. ഞാൻ ആരെയും കമ്പയർ ചെയ്തോ അല്ലെങ്കിൽ ഒരാളെ താത്തിയോ ഒരാളെ കൂട്ടി പറയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ജിൻഡോയുടെ ഭയങ്കര ഫാനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് പോസിറ്റീവായിട്ട് ഒരു വ്യക്തിയിൽ തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളൂ. അതായത് ജാസ്മിനെ ഞാൻ താത്തി പറഞ്ഞു, ജിൻഡോയെ പൊക്കി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ സീസണിൽ ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, അതെന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇപ്പം ഓൾറെഡി ഈവനിങ് ആയി, ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പം ബെറ്റർ ഐ സ്റ്റോപ്പ് ദിസ് വീഡിയോ. അപ്പോൾ ഇന്നൊരു വീഡിയോ കൂടെ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ലൈറ്റൊക്കെ പോയി. എനിവേ 5:30 ആയിപ്പോൾ. ഈ ഒരു ഏരിയയിൽ ഭയങ്കര എന്താ പറയുക, മരങ്ങളും ചെടികളും എല്ലാം, അപ്പം പെട്ടെന്ന് തന്നെ ലൈറ്റ് പോകും. സോ എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇടയ്ക്കൊക്കെ മണ്ടൻ മണ്ടി എന്നൊക്കെ വിളി കേൾക്കുന്നത് അടിപൊളിയാണ്, പൊളിയാണ്. ഓക്കെ, ബൈ.